So for this morning's meditation, I want to turn your attention to the Gospel of John, chapter 20, verse 1 through 9. That is the text of our thinking this morning. Would you read that, please? മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ച് എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ച് ഓടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ടു വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. Thank you. I usually speak what the Holy Spirit gives me as I'm studying the Word of God in my daily devotion or meditation. ഞാൻ സാധാരണയായി ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഞാൻ സാധാരണയായി സംസാരിക്കാറുള്ളത്. But today, since it is a special day for most Christians, that I ask God, what would you have me share in relation to the Resurrection Sunday? ഇന്ന് എന്നാൽ പ്രത്യേകമായി കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ദിവസം കർത്താവ് എന്താണ് ഞാൻ തിരുവചനത്തിൽ നിന്ന് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കുകയുണ്ടായി. So I had the opportunity to spend more time than usual in prayer and fasting and listening to God's voice. ഞാൻ സാധാരണ ചിലവഴിക്കുന്നതിൽ കൂടുതലായ സമയം ഈ ഇന്ന് പകൽക്കാലത്തെ ദൈവവചന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ചിലവഴിക്കുകയുണ്ടായി. So I bring to you, this is a difficult subject for me as well, because this is what God spoke to me. ദൈവം എന്നോട് സംസാരിച്ച ഈ പ്രത്യേക വിഷയം വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു വിഷയമാണെന്ന് എനിക്കറിയാം. As the world is celebrating Passover, Passion Week and Easter and Good Friday and Easter Sunday, many miss the true message of the resurrection or the Easter. ഈ ആഴ്ച ലോകം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അതുപോലെ കഷ്ടാനുഭവങ്ങൾ അങ്ങനെ ദുഃഖവെള്ളിയാഴ്ച ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥമായ മീനിങ്ങിൽ നിന്ന് നാം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. I am even concerned some of us who are sitting here this very moment may miss what true resurrection is. ഒരുപക്ഷെ ഇന്ന് പോലും കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മിൽ പലരും ഒരുപക്ഷെ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് യഥാർത്ഥമായി അത് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. It is truly easy to read about the resurrection and to understand it, yet miss the whole thing. നാം ഈ ക്രൂശീകരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിലെ ആത്മീയ സത്യങ്ങൾ നാം മറന്നുപോകാൻ സാധ്യതയുണ്ട്. The whole four Gospels devote 1/3 of the time, the entire content, talking about the last days of Jesus. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളിൽ 1/3 ഭാഗവും യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുള്ള ബന്ധത്തിൽ എഴുതിയിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. But however, only 2 Gospels mentions the birth of Jesus. 2 സുവിശേഷകന്മാർ മാത്രമേ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. But all 4 details is a resurrection. എന്നാൽ 4 സുവിശേഷകരും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. But when it comes to the passion or the suffering of Christ, all 4 go into the details of the passion or the sufferings of Christ. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ പറ്റി പറയുമ്പോൾ 4 സുവിശേഷകന്മാരും ഒരുപോലെ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. You know why the Gospels eloquently talks about the details? Because if we miss that part of Christianity, we miss that part of Christ, we have missed everything. എന്തുകൊണ്ട് 4 സുവിശേഷകന്മാരും ഒരുപോലെ ഇത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്ന് നാം ചിന്തിച്ചാൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന വിഷയം നാം അത് കാര്യമായി മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ പുതിയ നിയമത്തിന്റെ വേദപുസ്തകത്തിന്റെ തന്നെ ഉള്ളടക്കം തന്നെ നാം മറന്നുപോവുകയാണ്. It is the foundation of Christianity. Our faith is built on that solid foundation of the resurrection of Lord Jesus. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ആണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം വളരെ ഡീപ്പായി നാം ചിന്തിക്കേണ്ടതാണ്. So today's my message is
titled, Don't Miss the Obvious. ഇന്ന് രാവിലത്തെ എൻ്റെ മെസ്സേജിന്റെ ടൈറ്റിൽ ഡോണ്ട് മിസ് ദ ഒബ്വിയസ്, വ്യക്തമായത് നാം മറന്നു കളയരുത് എന്നുള്ളതാണ്. So it reminds me of a story of a teenage son whose father was a pastor. ഈ കാര്യം ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്ന ഒരു കഥ ഇങ്ങനെയാണ്. ഒരു യുവാവായ ഒരു യുവാവിനെ പറ്റിയുള്ള ഒരു ചിന്തയാണ്. And the teenage son got his driver's license. He's 16 years old. He recently got his driver's license. So he's talking to his dad about, Dad, what is the chances of me getting a car? 16 വയസ്സുള്ള യുവാവിന് അടുത്ത സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. എന്നിട്ട് അവൻ പിതാവിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു കാർ കിട്ടാനുള്ള മാർഗം എന്താണ്? Many of you are going through that. Some of the fathers, and I including, are going through that right now because daily I'm bombarded about the car and the talks and things like that is going on. എന്നെ പോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും അങ്ങനെ ടീനേജ് സൺസ് ഡോട്ടേഴ്സ് ഉള്ള പലരും ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. So dad said, son, I will make a deal with you. I will consider your offer provided there are some conditions. ഈ പിതാവ് അവനോട് പറഞ്ഞു, ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നീ ചെയ്താൽ നീ പറഞ്ഞ കാര്യം ഒരുപക്ഷെ നിനക്ക് സാധിച്ചേക്കും. He said, I know you are capable of making better grades than what you're doing. You are making C's and B's, and I know you can bring that up to A's and B's. ഇന്ന് നീ സ്കൂളിൽ പഠിക്കുമ്പോൾ നീ ഇപ്പോഴേ സിയും ബിയും ഇതൊക്കെയാണ് നീ നിനക്ക് കിട്ടുന്ന ഗ്രേഡുകൾ. എന്നാൽ അത് ഇംപ്രൂവ് ചെയ്ത നീ എയും ബിയിലും ആ ലെവലിൽ വന്നാൽ ഈ കാര്യം ഞാൻ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. I also want you to be involved in the church youth group. I want to get your spiritual life in order. I also want you to work on your daily devotion of the Bible. അതുപോലെ തന്നെ സഭയിലെ ആത്മീയ കാര്യങ്ങളിൽ നീ കൂടുതൽ പങ്കാളിയാകുകയും ദൈവവചനം കൂടുതൽ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്താൽ ഈ കാര്യം ഞാൻ പരിഗണിക്കാമെന്ന് അദ്ദേഹം We have a nice youth group in our church. We have an active youth group. I want you to be more involved and get your spiritual life back in gear. ഇവിടെ നമ്മുടെ ഇടയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവജന സമൂഹം നമുക്കുണ്ട്. അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Then while you're at it, your hair is getting a little too long. What you need to get a haircut. ഇവിടെ പിതാവ് പറയുന്നു, നിന്റെ മുടി ഇതുപോലെ നീണ്ടുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് നിനക്കൊരു മുടി ചെന്ന് നിനക്ക് മുറിച്ചുകൂടാ? So after a few months, Dad called the son into his study room and said, Son, I am very proud of you. ചില മാസങ്ങൾക്ക് ശേഷം ഈ പിതാവ് മകനെ തന്റെ മുറിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. Mom showed me your report card. I noticed that you have improved your grades and you have made all A's except a couple of B's. മമ്മി നിന്റെ ഗ്രേഡ് കാർഡ് എന്നെ കാണിച്ചു, നീ വളരെയധികം ഇംപ്രൂവ് ചെയ്ത് നീ ബിയിലും എയിലും ഒക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ട്. I also noticed every morning that you're getting up and having your devotions, and I also heard from the youth leader and the many friends in your church that you're also actively involved in the youth group. നീ എന്നും രാവിലെ എഴുന്നേറ്റ് ദൈവവചനം ധ്യാനിക്കുന്നുണ്ട്. ചർച്ചിലെ യൂത്ത് ഗ്രൂപ്പ് ലീഡറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി നീ അവിടെയും നീ കാര്യമായിട്ട് പങ്കാളിയായി തീരുന്നുണ്ടെന്ന്. I am glad that your spiritual life is taking a turn for the good. ഇപ്പോൾ നിന്റെ ആത്മീയ ജീവിതം ഒരു പുതിയ പന്താവിലേക്ക് നടത്തപ്പെടുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. And he said, but now what about your hair? It has gotten longer. എന്നാൽ നിന്റെ മുടി വളരെ നീണ്ടുപോയിരിക്കുന്നു, എന്തുകൊണ്ട് നിനക്ക് മുടി മുറിച്ചുകൂടാ? Then son said, Dad, in my daily devotions I read about Samson, who had long hair. എന്നാൽ ഇവിടെ ഈ മകന് അപ്പനോട് പറയുകയാണ്, ഡാഡി, വേദപുസ്തകത്തിൽ ശിംശോന് നീണ്ട മുടിയുള്ളതായി ഞാൻ വായിച്ചിട്ടുണ്ട്. I read about John the Baptist, he had long hair. യോഹന്നാൻ സ്നാപകന് നീണ്ട മുടി ഉണ്ടായിരുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്. I see all the pictures that and paintings of Jesus and his disciples, they all had long hair. യേശുക്രിസ്തുവിനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും വളരെ നീണ്ട മുടിയുള്ളതായി പിക്ചറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. Dad looked at the son and said, Son, you noticed all that, but one thing you missed is that they all walked everywhere they went. അപ്പോൾ ആ പിതാവ് മകനോട് പറഞ്ഞു, നിനക്കറിയാമോ, യേശു ശിഷ്യന്മാരും പോയിടത്തെല്ലാം നടന്നാണ് പോയിട്ടുള്ളത്. He read all the Bible, but he missed something very obvious. അവൻ വേദപുസ്തകം മുഴുവൻ കാര്യമായിട്ട് വായിച്ചു, എന്നാൽ പ്രധാനപ്പെട്ട കാര്യം അവൻ മറന്നുപോയി. So many of us read the scriptures just like this. നാമും പലപ്പോഴും ഇതുപോലെയാണ് വേദപുസ്തകം വളരെ വായിക്കാറുണ്ട്, എന്നാൽ അറിയേണ്ടത് നാം പലപ്പോഴും അറിയാതെ ഇരിക്കുന്നു. So as I was reading this passage that we read this morning, Elizabeth goes to that passage, verse 8 and verse 9 really caught my attention. ഇന്ന് രാവിലെ ഇവിടെ അയച്ച വേദഭാഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 8-9 വാക്യങ്ങൾ വളരെ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. And he said, finally the other disciple who had reached the tomb first also went inside. He saw and believed. They still did not understand from scripture that Jesus had to rise from the dead. ആദ്യം കല്ലറയ്ക്കൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തി എന്ന് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത്
അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. And I'm wondering, why did not they realize until that point what Jesus was talking something very obvious to them? ഞാൻ ചിന്തിക്കേണ്ട, എന്തുകൊണ്ട് ഈ നിമിഷം വരെ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് അവരുടെ ഓർമ്മയിൽ വന്നില്ല? So I started flipping through the Gospels and I read all the passages of the 4 Gospels and pertaining to that subject. ഈ കാര്യം എന്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ വിശുദ്ധ തിരുവെഴുത്തിലെ 4 സുവിശേഷങ്ങളും ഞാൻ വായിക്കുകയുണ്ടായി. So let us look at few passages where Jesus talks about his death and resurrection. യേശുക്രിസ്തുവിന്റെ മരണം ഉയർത്തെഴുന്നേൽപ്പിനെ ഓർപ്പിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. Let us see why they missed what Jesus was talking to them very obviously. യേശുക്രിസ്തു അവരോട് പറഞ്ഞ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ മറന്നുപോയി? Let us turn to the book of Matthew. I want you to turn with me quickly because of time, and we will finish on time. Let us turn to the book of Matthew, chapter 16, verse 21 through 23. ഇവിടെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. This is the very first time Jesus talking to his disciples about his death. യേശുക്രിസ്തു ആദ്യമായി തന്റെ ശിഷ്യന്മാരോട് തന്റെ മരണത്തെ പറ്റി പറയുന്ന വേദഭാഗമാണ് ഇവിടെ. You see Peter's response, he right away take him outside or aside from the other disciples and rebuking him. പത്രോസ് ഉടനെ തന്നെ യേശുക്രിസ്തുവിനെ അവിടുന്ന് മാറ്റി നിർത്തി യേശുവിനെ ശാസിക്കുകയുണ്ടായി. Jesus was his rabbi, his master, yet Peter rebuking the master. യേശുക്രിസ്തു പത്രോസിന്റെ ഗുരുവാണ്, എന്നാൽ തന്നെ ആ ഗുരുവിനെ ഇവിടെ ശിഷ്യൻ ശാസിക്കുകയാണ്. And I said, why is Peter doing that? It shows Peter's lack of understanding of what Jesus was saying. ഞാൻ ചിന്തിക്കേണ്ട, എന്തുകൊണ്ട് പത്രോസ് യേശുക്രിസ്തുവിനെ ഇവിടെ ശാസിക്കുന്നു? എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുള്ള തന്റെ അറിവില്ലായ്മയാണ് അതിനെ തന്നെ പ്രേരിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. In Peter's mind, he was envisioning him and all the other 12 disciples in the kingdom, that earthly kingdom Jesus was going to establish, and they were going to rule with him. That's what Peter's thinking was. പത്രോസിന്റെ ചിന്തയിൽ യേശുക്രിസ്തു ഒരു രാജ്യം സ്ഥാപിക്കുകയും അതിൽ യേശുക്രിസ്തുവിനോടുകൂടെ താനും മറ്റുള്ള ശിഷ്യന്മാരും ഭരണകർത്താക്കളായി ഇരിക്കുന്നതാണ് തന്റെ ചിന്തയിൽ കടന്നു വന്നത്. He did not want to hear about Jesus' death. താൻ യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റി കേൾക്കുവാൻ തനിക്ക് ആഗ്രഹമില്ല. Jesus told Peter, "Get behind me, Satan." ഇവിടെ യേശുക്രിസ്തു പത്രോസിനോട് പറയുന്നു, സാത്താനെ, എന്നെ വിട്ടു പോവുക. You do not have in mind the things of God but the things of man. നിനക്ക് ദൈവത്തിന്റെ കാര്യമല്ല, നിന്റെ മനസ്സിൽ മനുഷ്യന്റെ കാര്യങ്ങളാണ് നിന്റെ മനസ്സിലിരിക്കുന്നത്. It is very clear Peter and the disciples missed the obvious thing Jesus was telling them. ഇവിടെ നമുക്കറിയാം പത്രോസും മറ്റു ശിഷ്യന്മാരും യാഥാർത്ഥ്യത്തെ വ്യക്തമായതിനെ അവർ മറന്നു കളയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. They allowed their selfishness from preventing what Jesus wanted them to see. അവരുടെ സ്വാർത്ഥമായ സ്വഭാവം യേശുക്രിസ്തു ചെയ്യേണ്ടതെന്ന് യേശുവിനെ പിന്തിരിപ്പിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. This was not Peter's plan but the Savior's plan for our Lord Jesus. ഇത് കർത്താവിന്റെ ക്രൂശീകരണം അത് പത്രോസിന്റെ പ്ലാൻ അല്ല, അത് നമ്മുടെ രക്ഷകനായ യേശുവിന്റെ പ്ലാനാണ്. Dear brothers and sisters, children, when we focus on the horizontal, we always miss the vertical. പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഒരുപക്ഷെ നാം മുകളിൽ നിന്ന് താഴേക്കുള്ള കാര്യങ്ങള് അല്ല ഇടത്തു നിന്ന് വലത്തോട്ടുള്ള കാര്യങ്ങള് അത് അതിൻ്റെതായ നിലയിൽ നാം ചിന്തിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. When we focus on the things about us, we miss the obvious. നാം നമ്മുടെ സ്വാർത്ഥമായ ചിന്തയിലേക്ക് നാം കടന്നു വരുമ്പോൾ യാഥാർത്ഥ്യത്തെ നാം വിസ്മരിച്ചു കളയുവാൻ സാധ്യതയുണ്ട്. When we go through difficulties, we forget our plan. We go with our plan and forget God's plan. നാം ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ അതിൽ കൂടെ ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നാം മനസ്സിലാക്കാതെ നമ്മുടെ മാനുഷികമായ ആലോചനകളിലേക്ക് നാം കടന്നു പോകുക. Many of us fail to understand God's plan in our lives because we focus too much on us and less focus on Him. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നാം നമ്മിൽ തന്നെ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. So that was the first time Jesus talked about His death. Let us fast forward to chapter 17 verse 22 and 23. ഈ ആദ്യമായി കർത്താവ് പറഞ്ഞ ആ കാര്യമാണ് ഇവിടെ നാം വായിച്ചത്. അടുത്തതായി
മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 22 and 23. 22-23 വാക്യം.